CPI ജനറൽ സെക്രട്ടറിയായി ഡി രാജയ്ക്ക് മൂന്നാം ഊഴം. CPI ദേശീയ കൌൺസിലിലാണ് തീരുമാനം. ഒറ്റക്കെട്ടായ തീരുമാനമെന്ന് ഡി രാജ പ്രതികരിച്ചു. CPI ദേശീയ സെക്രട്ടേറിയറ്റിലേക്ക് കേരളത്തിൽ നിന്ന് കെ പ്രകാശ് ബാബുവും രാജ്യസഭാംഗം പി സന്തോഷ് കുമാറും തെരഞ്ഞെടുക്കപ്പെട്ടു. കേന്ദ്ര സെക്രട്ടേറിയറ്റിൽ നിന്ന് ബിനോയ് വിശ്വം സ്വയം ഒഴിഞ്ഞു. കേരളത്തിൽ നിന്ന് 14 പേരെ ദേശീയ കൌൺസിലിൽ ഉൾപ്പെടുത്തി. ബൽറാം നെടുങ്ങാടി ഇപ്പോൾ ചണ്ഡീഗഡിൽ നിന്ന് തത്സമയം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബൽറാം, ഡി രാജയ്ക്ക് മൂന്നാം ഊഴം, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, CPIയുടെ 25ാം പാർട്ടി കോൺഗ്രസ് ചണ്ഡീഗഡിൽ സമാപനമായിരിക്കുന്നു. ഡി രാജ ഇപ്പോൾ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് അദ്ദേഹം ഇപ്പോൾ പാർട്ടി പ്രവർത്തകർക്ക് ഒപ്പം ഫോട്ടോ എടുക്കൽ അടക്കമുള്ള നടപടികൾ അത് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒട്ടേറെ തീരുമാനങ്ങൾ ഈ ഒരു പാർട്ടി കോൺഗ്രസിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. പ്രായപരിധിയിൽ ഡി രാജയ്ക്ക് ഇളവ് നൽകിയിരിക്കുന്നു. അതേസമയം മറ്റ് 4 അംഗങ്ങൾ ഒഴിഞ്ഞിരിക്കുന്നു. ഒഴിഞ്ഞ 4 അംഗങ്ങളെ ഉള്ളവരെ കമ്മീഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു തീരുമാനമാണ്. കേരളത്തിൽ നിന്നും ദേശീയ കൗൺസിലിലേക്ക് 2 പേരാണ് പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അതേസമയം ദേശീയ എക്സിക്യൂട്ടീവിലേക്ക് PP സുനീർ MP യും തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. കൂടാതെ ദേശീയ സെക്രട്ടേറിയറ്റിലേക്ക് കേരളത്തിൽ ഒപ്പം തന്നെ പ്രകാശ് ബാബു എന്നിവരെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഇതുകൂടാതെ പല്ലബ് സെൻ ഗുപ്തയെ സ്ഥിര ക്ഷണിതാവായി പാർട്ടിയുടെ എല്ലാ ഒരു തീരുമാനവും ജനറൽ സെക്രട്ടറി ഡി രാജ പ്രഖ്യാപിച്ചിരിക്കുന്നു. പ്രായപരിധി മാനദണ്ഡം പരമാവധി പാലിക്കാനുള്ള ഒരു ശ്രമം ഈ ഒരു പാർട്ടി കോൺഗ്രസിൽ ഉണ്ടായി എന്നുള്ളത് ശ്രദ്ധേയമാണ്. അത് ഒട്ടേറെ തർക്കങ്ങൾക്ക് വഴിവെച്ചിരുന്നു. പാർട്ടി കോൺഗ്രസിന്റെ ഈ കൗൺസിൽ തെരഞ്ഞെടുപ്പിന് ഇടെ തന്നെ വലിയ തോതിലുള്ള ബഹളവും പ്രതിഷേധവും എല്ലാം ഉണ്ടായിരുന്നു എങ്കിൽ പോലും ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഡി രാജ വീണ്ടും CPIയുടെ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. മൂന്നാം ഊഴമാണ് ഡി രാജയ്ക്ക് CPIയുടെ ജനറൽ സെക്രട്ടറി പദവിയിൽ. പ്രായപരിധി കർശനമായി നടപ്പാക്കാനുള്ള ഒരു ശ്രമം ഈ പാർട്ടി കോൺഗ്രസിൽ നടന്നു. ഡി രാജയ്ക്ക് ഇളവ് നൽകി. അതേസമയം പ്രായപരിധിയുടെ പേരിൽ ഒഴിവാക്കപ്പെട്ട ദേശീയതലത്തിൽ പ്രവർത്തിച്ചിരുന്ന നേതാക്കളെ കൺട്രോൾ കമ്മീഷനിൽ ഉൾപ്പെടുത്തിയതിനെതിരെ വലിയ പ്രതിഷേധവും പാർട്ടി കോൺഗ്രസിൽ ഉയർന്നു. കേരളത്തിൽ നിന്നുള്ള അംഗങ്ങൾ പരസ്യ പ്രതിഷേധത്തിന് മുതിർന്നു എന്നാണ് അവിടെ നിന്ന് നേരത്തെ ബൽറാം നെടുങ്ങാടി അറിയിച്ചത്. ബീഹാറിൽ നിന്നുള്ള ചില അംഗങ്ങളും ഈ പ്രായപരിധിയുടെ കാര്യത്തിൽ പരസ്യ പ്രതിഷേധം ഉന്നയിച്ചു പാർട്ടി കോൺഗ്രസിനിടെ എന്നുള്ള റിപ്പോർട്ട് കൂടി വരുന്നുണ്ട്. ഡി രാജയ്ക്ക് മാത്രമാണ് ഇപ്പോൾ പ്രായപരിധിയിൽ ദേശീയതലത്തിൽ ഇളവ് നൽകിയിരിക്കുന്നത്. അങ്ങനെ മൂന്നാം ഊഴം ഡി രാജയ്ക്ക് ലഭിക്കുന്നു. CPIയുടെ ജനറൽ സെക്രട്ടറി പദവിയിൽ നേരത്തെ ഡി രാജ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പോരാട്ടങ്ങൾ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ഭാരിച്ച ഉത്തരവാദിത്തമാണ് CPI ഏൽപ്പിച്ചിരിക്കുന്നതെന്നാണ് ഡി രാജ പറഞ്ഞത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.